ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സദ്വാർത്ത 5-ാം നാൾ ക്രിസ്മസിന് ഒരുക്കമായുള്ള ശലോം ടി വിയിലൂടെയുള്ള ഈ ധ്യാനത്തിൻ്റെ 5-ാം നാളിലേക്ക് നമ്മൾ ഒരുമിച്ച് നടന്നു കയറുമ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നൊരു കാര്യം, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ഓർത്ത് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അപ്പോൾ അത് പരസ്പരം ഇങ്ങനെ ശക്തിപ്പെടുത്തുന്ന അനുഭവമായിട്ട് മാറും. എ കൈൻഡ് ഓഫ് ഇൻ്റർസസറി പ്രെയർ ആണത്. ഒരു വലിയ മാധ്യസ്ഥ പ്രാർത്ഥന ഉയരും. അതുകൊണ്ട് ഇന്ന് നിങ്ങളിത് ഓർക്കുമ്പോൾ തന്നെ ഒരു നന്മ നിറഞ്ഞു മറിയുമെങ്കിലും ചൊല്ലി കാഴ്ചവെക്കുക. ഇന്ന് ജപമാല ചൊല്ലുന്ന നേരത്ത് ഒരു രഹസ്യം പ്രത്യേകം ചൊല്ലി കാഴ്ചവെക്കേണ്ടത്, ഈ ശുശ്രൂഷയിൽ, ഈ സദ്വാർത്ത ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് പങ്കെടുക്കുന്നവരുടെ നിയോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയപ്പെടാൻ ഞാനും പ്രാർത്ഥിക്കുന്നു എന്ന വിചാരത്തോടെ ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ നമുക്കൊത്തിരി സങ്കടം ഉണ്ടായിരിക്കത്തില്ല, നമ്മൾ റാദർ ഓക്കെ ആയിരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് മറ്റൊരാളുടെ അവസാനത്തെ അത്താണിയായിരിക്കും ഈ ശുശ്രൂഷ. ആകെ തകർന്നിരിക്കുന്നൊരു നേരത്ത് ആരോ സജസ്റ്റ് ചെയ്തതായിരിക്കും ഈ ശുശ്രൂഷ. അപ്പം അത് ഇങ്ങനെ കിട്ടിയപ്പോൾ വലിയ ആശ്രയബോധത്തോടെയാണ് ഈ ശുശ്രൂഷയിൽ അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ളവർ. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് എന്താ, അത്ര വലിയ ഉലഞ്ഞു പോകുന്നൊരു ജീവിത സാഹചര്യത്തിലൂടെ അല്ല നമ്മളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ അതിന് കർത്താവിന് നന്ദി പറഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ വലിയ അലച്ചിലോടെ, വലിയ സങ്കടത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ഈ 5-ാം നാളിലെ നമ്മുടെ ധ്യാനം മറിയത്തെയും എലിസബത്തിനെയും സംബന്ധിക്കുന്നതാണ്. നമുക്കറിയാം, ഈശോയുടെ ഈ ഇൻഫൻസി നറേറ്റീവിൽ വളരെ പ്രാധാന്യമുള്ള 2 പേര്, മറിയം നിശ്ചയമായും ദൈവമാതാവ്, എലിസബത്തിനും നല്ല റോളുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധത്തിനും വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്നും നാളെയും, നാളത്തെ എപ്പിസോഡും ഈ മറിയവും എലിസബത്തുമായുള്ള ആ കൂടിക്കാഴ്ചയുടെ രംഗമാണ് നാളെ ധ്യാനിക്കുന്നത്. ഇന്ന് അതിന് മുന്നോടിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ 2 ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ 2 വാക്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ അടയാളപ്പെടുത്തണം. ഈ 2 വാക്യങ്ങളിലാണ് ഇന്നത്തെ ഈ സദ്വാർത്ത എപ്പിസോഡിൻ്റെ 2 ചിന്തകളെ നമ്മളതിനെ ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്നത്. ആ വാക്യങ്ങളിൽ നിന്നാണ്. ഒന്നാമത്തെ വാക്യം ലൂക്ക 1:36. ലൂക്ക 1:36 നിങ്ങളുടെ ബൈബിളിൽ അടയാളപ്പെടുത്താം. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. അതാണ് ഒന്നാമത്തെ വാക്യം, ലൂക്ക 1:36. രണ്ടാമത്തെ വാക്യം അടയാളപ്പെടുത്തേണ്ടത് ലൂക്ക 1:39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഈ 2 വാക്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓർക്കും, ഇത് രണ്ടും എന്താ ബന്ധം? ഇതിൻ്റെ ബന്ധം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തെടുക്കുന്നത് രസമാണ്. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഒരുങ്ങുക, നിങ്ങളെ തന്നെ സജ്ജരാക്കുക, ശ്രദ്ധ ഈ വചന ശ്രവണത്തിലേക്ക് കൊണ്ടുവരിക, ബൈബിൾ എടുത്ത് വയ്ക്കുക, ഒരു നോട്ട്ബുക്കും പേനയും ഉണ്ടെങ്കിൽ അത് കുറിക്കുക. ചിലർ, എനിക്കറിയാം, കൃത്യമായിട്ട് ഇതിന് നോട്ട് കുറിച്ചെടുക്കുന്നവരുണ്ട്. അങ്ങനെ ശീലമുള്ളവർ നന്നായിട്ട് തുടരുക. ഇതില്ലാത്തവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ അറ്റൻറ്റീവ് ആകും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ ഈ കുറിക്കുന്നത് ഇനി മരണം വരെ നമ്മളെടുത്ത് നോക്കാൻ സാധ്യതയില്ല, ശരിയാണ്. പക്ഷെ സാരമില്ല. എന്നാലും അങ്ങനെയൊക്കെ കുറിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ, കുറച്ചുകൂടെ ശ്രദ്ധയും കുറച്ചുകൂടെ ലേണിങ്ങും ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. 2 നമ്മളത് എഴുതുമ്പോൾ തന്നെ അറിയാണ്ട് പഠിച്ചും കൂടെ പോകും. അത് നല്ലതല്ലേ? അപ്പം നമുക്ക് ഒന്നാമത്തത് എന്തറിയാമോ? ലൂക്ക 1:36. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധി എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. നമ്മൾ ചിന്തിക്കുന്ന കാര്യം, മറിയം കർത്താവിനോട്, ദൂതനോട് ഡയലോഗിൽ ഏർപ്പെടുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഡയലോഗിൽ ഏർപ്പെടുകയാണ്. അപ്പം മറിയത്തിന്, നമ്മൾ 2 ദിവസം മുമ്പ് ചിന്തിച്ചില്ലേ, സക്കറിയായിൽ നിന്ന് വ്യത്യസ്തമായി മറിയത്തിനൊരു ധ്യാനം ഉണ്ടായിരുന്നു, ഒരു മൗനത്തിൻ്റെ ഇടവേള ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറിയത്തിന് വിശ്വാസമൊക്കെയാണ്, കർത്താവിനൊരു പ്ലാൻ, പദ്ധതി ഉണ്ടെന്ന് മറിയത്തിനൊരു വിചാരമൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങാനും ഒരല്പം സംശയത്തിൻ്റെ പൊട്ടും പൊടിയും മിച്ചമുണ്ടെങ്കിൽ
അത് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് ദൂതൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടൊന്ന് മനസ്സിലാക്കിക്കേ. എല്ലാം ഓക്കെ ആയിട്ടൊക്കെ മറിയം ഇരിക്കുമ്പോഴും ഇനി മറിയത്തിന് എങ്ങാനും ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരല്പം സംശയത്തിൻ്റെ ഒരു തേങ്ങലിൻ്റെ പൊട്ടും പൊടിയുമെങ്കിലും ഉണ്ടെങ്കിലും അതൊന്ന് മാഞ്ഞു പൊക്കോട്ടെ എന്ന് വിചാരിച്ച് കർത്താവ് ദൂതൻ സംസാരിക്കുന്നതാണെന്ന് വിചാരിച്ചേ. അതായത് മറിയമേ, നീ ശങ്കിക്കേണ്ട, നീ ടെൻഷൻ അടിക്കേണ്ട. നിന്റെ ചാർച്ചക്കാരി എലിസബത്തില്ലേ, എലിസബത്തിന് അവളുടെ പ്രത്യേകത എന്താ? വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടവൾക്ക് ദേ ഇപ്പോൾ 6-ാം മാസമാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടവൾക്ക് കുഞ്ഞിനെ നൽകാൻ കഴിവുള്ള ദൈവം നിനക്ക് ഒരു പൈതലിനെ നൽകാൻ പോകുന്നു. ദൈവപുത്രനെ നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നു. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നറിയാമോ? ശരിക്കും നമ്മുടെ അനുദിന ജീവിത വ്യാപാരങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സുന്ദരമായ പ്രാർത്ഥനയ്ക്കുള്ള സാധ്യത ഇവിടെയുണ്ട്. കർത്താവേ, ഞങ്ങൾക്ക് നിന്നെ വലിയ വിശ്വാസമാണ്. ഞങ്ങൾ പഠിച്ച വിശ്വാസത്തിൻ്റെ പാഠങ്ങളിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ വിശ്വാസ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകാറുണ്ട് കർത്താവേ. ഇടയ്ക്കൊരു സംശയമൊക്കെ ഇങ്ങ് തോന്നിപ്പോകും. എപ്പോഴാണ്? ഇതൊക്കെ ഉള്ളതാണോ കർത്താവേ? ചിലപ്പോൾ ചോദിക്കാൻ തോന്നിപ്പോകും. നല്ല പ്രാർത്ഥനയാണ്, കുർബാന മുടക്കുകയില്ല, ജപമാല കയ്യിൽ നിന്ന് മാറ്റില്ല, ബൈബിള് വായിക്കും, സാധിക്കാവുന്ന പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യും, നീതിയോടെ ധർമ്മത്തോടെ ജീവിക്കും. എന്നാലും ചില നേരങ്ങളിൽ നമുക്ക് തോന്നിപ്പോവും, എൻ്റെ പൊന്നു കർത്താവേ, ഇതൊക്കെ ഉള്ളതാണോ? നീ ഉണ്ടോ? ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ? ഈ കുർബാനയ്ക്ക് വേണ്ടി 1.5 മണിക്കൂർ എല്ലാ ഞായറാഴ്ചയും ഇത് ഞാൻ മണ്ടനായി പോവാണോ? അതോ ഇതൊക്കെ ഉള്ളതാണല്ലോ അല്ലേ, ഇതൊക്കെ നേരാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു പോകുന്ന നേരങ്ങൾ എല്ലാ വിശ്വാസിയുടെ ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ട്. അത്തരം നേരങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. എൻ്റെ കർത്താവേ, എൻ്റെ വിശ്വാസത്തിന് ഇടയ്ക്കൽപ്പം ചാഞ്ചാട്ടം വരുമ്പോൾ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും നീ അതിനെ ഒന്ന് സ്ഥിരീകരിക്കണമേ എന്ന്. അങ്ങനെ മനസ്സിലായി. അതായത് കർത്താവേ, എൻ്റെ നോട്ടം അടയാളങ്ങളിലോട്ടല്ല, എനിക്ക് അത്ഭുതമല്ല വേണ്ടത്, എനിക്ക് അത്ഭുതം കണ്ടിട്ട് സന്തോഷിക്കാനല്ല. എൻ്റെ ആഗ്രഹം വിശ്വാസമൊന്ന് ചാഞ്ചാടി പോകുമ്പോൾ അതിലൊന്ന് വീണ്ടും ഉറയ്ക്കാൻ, നല്ല വിശ്വാസിയായിരിക്കാൻ എൻ്റെ വിശ്വാസത്തെ നീ ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഒരടയാളം കൊണ്ട്, ഒരു അത്ഭുതം കൊണ്ട് ഒന്ന് സ്ഥിരീകരിക്കണേ, ഒന്ന് ഉറപ്പിച്ചു തരണേ. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് അനുഭവിക്കുന്നു നമ്മൾ. ചിലപ്പോൾ നമുക്കൊക്കെ തോന്നും, ഇങ്ങനെ അല്പം അകലമൊക്കെ ഇട്ടേക്കാം. ചിലപ്പോൾ എനിക്ക് തോന്നാം, ദൈവമേ, ഇതൊക്കെ ഉള്ളതാണോ? ഇത്രയും ആവേശമൊക്കെ വേണോ? ഇത്രയും വചനമൊക്കെ പറയണോ? ഇത്രയും ശുശ്രൂഷയൊക്കെ ചെയ്യണോ എന്നൊക്കെ ഇടയ്ക്കൊരു സംശയമൊക്കെ എങ്ങാനും തോന്നി ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ കിടന്ന് ഓടണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നല്പം വിശ്രമത്തെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എവിടുന്നെങ്കിലും ഒരു സാധനം ട്രിഗർ ചെയ്യും. എവിടുന്നെങ്കിലും കർത്താവ് കൃത്യനേരത്ത് ഇടപെടും. അപ്പോൾ അതെന്നറിയാമോ? ഇല്ല, കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ അടയാളം തന്നതാണ്. അപ്പോൾ നമ്മളും പ്രാർത്ഥിക്കണം. മറിയത്തിന് അവളുടെ മിച്ചമുള്ളൊരല്പം സംശയം മാറ്റിക്കൊടുക്കാൻ എലിസബത്ത് ഗർഭിണിയായ വിശേഷം മറിയത്തിൻ്റെ കാതോര തോതിക്കൊടുത്ത് അവളുടെ വിശ്വാസത്തെ ഉറപ്പിച്ച കർത്താവ് തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിലും വിശ്വാസത്തിന് ഇളക്കം തട്ടുമ്പോൾ അടയാളങ്ങൾ കൊണ്ട്, അത്ഭുതങ്ങൾ കൊണ്ട്, നിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഇടപെടലുകൾ കൊണ്ട് അതിനെ ഒന്ന് സ്ഥിരീകരിച്ചു നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അടുത്തത് രണ്ടാമത്തിലേക്ക് വരികയാണ്. ശരിക്കും ഇതിനകത്ത് വേറൊരു രസമുണ്ട്. രണ്ടാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനത് ഇപ്പോൾ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഓർക്കുകയായിരുന്നു. ശരിക്കും ഇവർ തമ്മിലുള്ള വേറൊരു ബന്ധം എന്നറിയാമോ? ഈ മറിയവും എലിസബത്തും തമ്മിൽ. അതായത് എലിസബത്ത് ഗർഭിണിയാണെന്ന വിശേഷം സക്കറിയായ്ക്കും എലിസബത്തിനും അല്ലാതെ മറ്റാർക്കും അറിയത്തില്ല. അവർ പുറത്തോട്ടിറങ്ങാതെ രഹസ്യമാക്കി വെച്ചിരിക്കുക. കാരണം എലിസബത്തിനൊരു ചമ്മലുണ്ടേ, ഈ വയ്യാത്ത കാലത്തെ, ഈ വാർദ്ധക്യം ബാധിച്ച കാലത്ത് ദേ ഗർഭിണിയാണെന്ന് പറഞ്ഞ് പുറത്തോട്ട് അങ്ങനെ ഇറങ്ങുന്നത്. അവരിങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. ആ രഹസ്യത്തെ ദൈവമെടുത്ത് ആരുടെ ചെവി കൊടുത്തു? മറിയത്തിൻ്റെ ചെവി കൊടുത്തു. എലിസബത്ത് ഗർഭിണിയാണ്. തിരിച്ചു ചിന്തിച്ചേ, മറ്റൊരു രസം എന്നറിയാമോ? മറിയം ഇനി കുറച്ച് കഴിയുമ്പോൾ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്ന് കയറും. എലിസബത്ത് ഒരു കാര്യം പറയും, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ എനിക്കെന്ത് യോഗ്യത, ഞാൻ എത്ര ഭാഗ്യവതി. എന്താ സംഭവം? ഇത് മറിയത്തിന് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. എന്ത്? മറിയം പേറുന്നത് കർത്താവിനെയാണ്. മറിയത്തിൻ്റെ ഉള്ളിൽ ദൈവപുത്രനാണെന്നുള്ളത് മറിയത്തിന് മാത്രം അറിയാവുന്ന രഹസ്യത്തെ ദൈവമെടുത്ത് ആർക്ക് കൊടുത്തു? എലിസബത്തിന് കൊടുത്തു. അപ്പോൾ
ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയുമ്പോൾ വീണ്ടും സ്ഥിരീകരണം ഉറപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ മനസ്സിലാക്കിക്കേ, ദൈവത്തിൻ്റെ പദ്ധതിയെ മനുഷ്യരുടെ നാവിനാൽ ഏറ്റുപറയിപ്പിച്ച് പരസ്പരം സ്ഥിരീകരണം കൊടുക്കുകയാണ്. ദൈവമൊരുക്കുന്ന പദ്ധതിയെ ചുറ്റും ജീവിക്കുന്നവരുടെ നാവുകളിലൂടെ നമ്മളോട് പറയിപ്പിച്ച് നമുക്ക് ആ പദ്ധതിയിൽ സ്ഥിരീകരണം, കൺഫർമേഷൻ നൽകുകയാണ് ദൈവം. മറിയ ഓടി ചെല്ലുമ്പോൾ തന്നെ എലിസബത്ത് ഞെട്ടിക്കാണും, കർത്താവേ ഇവളിങ്ങനെ അറിഞ്ഞു, ഇവളിതെങ്ങനെ അറിഞ്ഞു? അപ്പോൾ മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ ദൈവിക ഇടപെടലുണ്ട്. മറിയം ചെന്ന് കയറിയപ്പോൾ ഉടനെ എലിസബത്ത് പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ. മറിയം ഞെട്ടി, ദൈവമേ ഇളയമ്മ ഇതെങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു? ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ഇതിൻ്റെ പിന്നിൽ. ആ സ്ഥിരീകരണം നമ്മുടെ ജീവിതത്തിലും കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കണം. ദൈവമേ നിൻ്റെ പദ്ധതിയെ മനുഷ്യരുടെ നാവിനാൽ എൻ്റെ കാതോരത്ത് നീ പറയിപ്പിച്ച് അത് ഉറപ്പിച്ചു തരണമേ. അടുത്തത് രണ്ടാമത്തെ ചിന്തയിലേക്ക് നമ്മൾ പോവുകയാണ്. അതാണ് 1:39. നമ്മൾ പറഞ്ഞു ഇന്ന് 2 വാക്യങ്ങളാണ്. ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ ഇത്ര നേരം ധ്യാനിച്ചത്. രണ്ടാമത്തത് ലൂക്ക 1:39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. എന്താ ഇവിടെയുള്ള ധ്യാനം? ഇവിടെയുള്ള ധ്യാനം ചിന്തിച്ച് നോക്കിക്കേ. മറിയത്തിന് എലിസബത്തിൻ്റെ അടുത്തോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. കാര്യം എലിസബത്ത് 6 മാസമായി ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ. സീനിയോറിറ്റി എലിസബത്തിനുണ്ട്. അങ്ങോട്ട് പോകണമെന്ന് വേണമെങ്കിൽ തോന്നാം, പക്ഷെ എന്നാലും പോകേണ്ട കാര്യമില്ല. കാരണം എന്താ? എലിസബത്ത് വയറ്റിൽ പേറുന്നത് ഒരു സാധാരണ മനുഷ്യനെയാണ്. ദൈവത്തിൻ്റെ പ്രവാചകനൊക്കെയാണ്, പക്ഷേ സാധാരണ മനുഷ്യനാണ്. മറിയത്തിൻ്റെ ഉദരത്തിലുള്ളതാരാ? മറിയത്തിൻ്റെ ഉള്ളിൽ ദൈവപുത്രനാണ്. അതായത് മറിയത്തിന് ഇനി രാജ്ഞിയായിട്ട് വാഴാം എന്ന് വേണമെങ്കിൽ മറിയത്തിന് ചിന്തിക്കാം. എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ അടുത്തോട്ട് വരട്ടെ. കാരണം ഞാൻ ആരാ? ഞാൻ ദൈവപുത്രൻ്റെ അമ്മയാണ് എന്ന് വിചാരിച്ച് മറിയത്തിന് അവിടെ ഇരിക്കാവുന്നതേ ഉള്ളൂ. അതിനിപ്പോൾ ആരും പരാതി പറയത്തില്ല. കാരണം ദൈവപുത്രനെ ഉദരത്തിൽ പേറുന്നവൾ എടുക്കേണ്ട കെയറുണ്ട്. അത് ഒരു കേടുവരാതെ, ഒരു അപകടം പറ്റാതെ പൈതലിനെ പൊതിഞ്ഞു പിടിക്കണം. അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും പറ്റില്ല, വലിയ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനിവിടെ അടങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് മറിയത്തിന് അവിടെ ഇരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മറിയം മലഞ്ചെരിവിലുള്ള എലിസബത്തിൻ്റെ അടുത്തേക്ക് കയറിപ്പോകുമ്പോൾ നമുക്ക് നൽകുന്ന പാഠം, ദൈവാനുഭവങ്ങൾ, നമുക്ക് ലഭിച്ച ദൈവാനുഭവങ്ങൾ അപരൻ്റെ നേരെ സഹായമഹസ്തമായി നീട്ടപ്പെടേണ്ടവയാണ്. നമ്മുടെ ദൈവാനുഭവങ്ങൾ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ ലഭിച്ച ദൈവാനുഭവങ്ങൾ, ആ ദൈവാനുഭവത്തിൻ്റെ പൂർത്തീകരണം നടക്കേണ്ടത് ഈ ദൈവാനുഭവം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കപ്പെടുമ്പോഴാണ്. അതാണ് മറിയം ചെയ്യുന്നത്. അതായത് ഓൾ ഡിവൈൻ എക്സ്പീരിയൻസസ് ഷുഡ് ലീഡ് അസ് ടു ചാരിറ്റി. ഓൾ ഡിവൈൻ എക്സ്പീരിയൻസസ് ഷുഡ് ലീഡ് അസ് ടു ചാരിറ്റി. ദൈവാനുഭവം ഉണ്ടെന്ന് പറയുകയും അപരൻ്റെ സങ്കടങ്ങളിലേക്ക്, അപരൻ്റെ ആവശ്യങ്ങളിലേക്ക് കണ്ണു തുറക്കുകയോ കൈ നീട്ടുകയോ ചെയ്യാത്ത ഒരാളുടെ ദൈവഭക്തി കാപട്യമാണ്. വലിയ പ്രാർത്ഥനക്കാരനാണ്. മുട്ടുമേ നിൽക്കും, കൈ വിരിച്ചു പിടിക്കും. ഞാൻ ഇടയ്ക്ക് തമാശയ്ക്ക് പറയും, ചിലരൊക്കെ മുട്ടുമേ നിന്നിട്ട് ഈ പള്ളിയിൽ മുട്ടുകുത്തി കമന്ന് വീഴുന്ന കണ്ടുണ്ടല്ലോ, കയറ്റുവാ കടിച്ചെടുത്തുകൊണ്ട് പൊങ്ങി വരുമെന്ന് തോന്നും. അത്രയും ഭക്തിയിലാണ് താഴോട്ട് വീഴുന്നത്. പക്ഷേ ഈ താഴോട്ട് വീഴുന്നതും പൊങ്ങി വരുന്നതും അല്ലാതെ ഇതിന് പുറത്തോട്ടിറങ്ങിയാൽ മനുഷ്യന് ഒരു സഹായം ചെയ്യില്ല, കൂടപ്പറപ്പിന് ഒരു സഹായം ചെയ്യില്ല. നമ്മുടെ വീടിൻ്റെ അയൽപക്കത്തുള്ള പട്ടിണി പിടിച്ച ഒരുത്തന് എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഇത്തിരി പോകുന്ന ഒരു പങ്ക് കൊടുത്താൽ മതി, അവനൊരു പച്ച പിടിക്കും. കൊടുക്കൂല. പക്ഷെ ഭക്തനാണ്. അപരനിലേക്ക് സഹായം നീളാത്ത എല്ലാ ഭക്തിയും കാപട്യമാണ്. മറിയം പഠിപ്പിക്കുന്നു. വലിയ നിയോഗം അവളിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവപുത്രൻ്റെ അമ്മ, ആദ്യത്തെ സക്രാരി ദേ എലിസബത്തിനെ തേടി പോകുന്നു. മറിയത്തിന് ദൈവപുത്രൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ സഹായഹസ്തവുമായി ഇളയമ്മയുടെ വീട്ടിലേക്ക് അവളെ പരിചരിക്കാൻ ചെന്നു കയറാമെങ്കിൽ ഇനി സമൂഹത്തിൻ്റെയോ സഭയുടെയോ ഏത് വലിയ സ്ഥാനത്തിരിക്കുന്ന ആർക്കും താഴേക്കിറങ്ങി വരാൻ കാരണം വേറെ തേടേണ്ട. മറിയത്തിന് എലിസബത്തിനെ പരിചരിക്കാൻ വേണ്ടി ചെന്ന് കയറാമെങ്കിൽ ഇനി മുകളിലിരിക്കുന്നുവെന്ന് വിചാരിക്കുന്ന ആർക്കും താഴേക്കിറങ്ങി വരാൻ
മറ്റൊരു കാര്യവും കാരണവും വേണ്ട, മറ്റൊരു ഇൻസ്പിരേഷൻ വേണ്ട. വലിയവൻ വലിയവനാകുന്നത് അവൻ ചെറുതായി ഇറങ്ങി വരുമ്പോഴാണ്. വലിയവൻ യഥാർത്ഥത്തിൽ വലിയവനാകുന്നത് അവൻ ചെറുതായി ചെറിയവരിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ്. അതാണല്ലോ ക്രിസ്മസ്. ദൈവം മനുഷ്യനായി ചെറിയവനായി ചെറിയവരിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ വന്നപ്പോൾ ആ ഇറങ്ങി വന്ന ഇടമാണ് മറിയം. ആ മറിയം തന്നെയും വീണ്ടും ചെറുതായി ചെറിയവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് എലിസബത്തുമായിട്ടുള്ള ആ കൂടിക്കാഴ്ച. ശരിക്കും ഇങ്ങനെ ഒരു നിർബന്ധം ദൈവത്തിനുണ്ട്, കർത്താവിനുണ്ട്. അത് നമുക്ക് സുവിശേഷത്തിലും കാണാം. അതുകൊണ്ടാണ് രൂപാന്തരീകരണ മലയിൽ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. രൂപാന്തരീകരണ മലയിൽ ശിഷ്യന്മാരെ എല്ലാവരും കൊണ്ടുപോകാതെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് കൊണ്ടുപോയി. അപ്പം തന്നെ ഇവന്മാർക്കൊരു തോന്നൽ വന്നു, വി ആർ പ്രിവിലേജ്ഡ്, ഞങ്ങൾ എന്തോ കൂടിയ ടീംസാണ് എന്നൊരു തോന്നൽ ഉറപ്പായിട്ടും പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഉണ്ടായി കാണും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതുവരെ കണ്ട ഈശോയല്ല, പുതിയൊരു മുഖം അവർ കണ്ടു. ശോഭപൂർണമായ കർത്താവിൻ്റെ പ്രഭയുടെ രൂപം അവർ കണ്ടു. കർത്താവിനെ മാത്രമല്ല, മോശയും ഏലിയായെയും അവർ കണ്ടു. എന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു എക്സ്ട്രാ ഓർഡിനറി സ്പിരിച്വൽ എക്സ്പീരിയൻസ് അവർക്കുണ്ടായി. അങ്ങനെ മനസ്സിലാക്കിക്കേ, ഒരു അതിസ്വാഭാവിക ആത്മീയ അനുഭവം ഇവർക്കുണ്ടായി. ഒട്ടനെ ആ സ്പോട്ടിൽ പ്രലോഭനം വന്നല്ലോ പത്രോസിന്. എന്തായിരുന്നു പത്രോസിൻ്റെ പ്രലോഭനം? പത്രോസ് ഉടനെ ഈശോയോട് പറയുകയാണ്, കർത്താവേ, നമുക്കിവിടെ 3 കൂടാരങ്ങൾ പണിയാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. ഞങ്ങൾ ഈ മൂലയ്ക്ക് വല്ലതും കിടന്നോളാം, നമുക്കിവിടെ തന്നെയൊക്കെ കൂടാം കർത്താവേ. എന്താ ഇത് ആത്മീയതയുടെ പ്രലോഭനമാണ്. ലഭിക്കുന്ന ദൈവാനുഭവങ്ങളിൽ അഭിരമിച്ച് അവിടെ കൂടാരം കെട്ടി അതിൻ്റെ ഉള്ളിൽ ചുരുണ്ടുകൂടാനുള്ള പ്രലോഭനം ആത്മീയ വഴിയിൽ എപ്പോഴുമുണ്ട്. പക്ഷെ കർത്താവ് എന്താ ചെയ്യുന്നത്? കർത്താവ് ആ രൂപാന്തരീകരണ മലയിൽ നിന്ന് ഇവരെ താഴേക്കിറക്കിക്കൊണ്ട് മനുഷ്യൻ്റെ സങ്കടങ്ങളിലേക്ക്, സാധാരണത്വങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരമ്മ മകനെയും കൊണ്ടുവരുന്നില്ലേ, അപസ്മാരം ബാധിച്ച മകനെ സുഖപ്പെടുത്താൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ്, അതായത് മനുഷ്യൻ്റെ സങ്കടങ്ങളിലേക്ക് രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ നിന്ന് ഈ ശിഷ്യന്മാരെ പിടിച്ചു വലിച്ചിറക്കിക്കൊണ്ട് കർത്താവ് വരുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, നിൻ്റെ ആത്മീയ അനുഭവങ്ങൾ നിനക്ക് വിശ്രമിക്കാനുള്ളതല്ല, ആത്മീയ അനുഭവങ്ങളിൽ അഭിരമിക്കാനുള്ളതല്ല. ആത്മീയ അനുഭവങ്ങൾ നിനക്ക് ലഭിക്കുമ്പോൾ വിചാരിച്ചു കളയരുത് യു ആർ സ്പെഷ്യൽ, യു ആർ പ്രിവിലേജ്ഡ് എന്ന് വിചാരിച്ചു കളയരുത്. മറിച്ച് നിനക്ക് ആത്മീയ അനുഭവം കർത്താവ് തരുന്നത് മറ്റൊരാളിലേക്ക് സഹായത്തിൻ്റെ കരം നീട്ടാനാണ്, മറ്റൊരാളിൽ. അതുകൊണ്ടാണ് ഈശോയുടെ ആത്മീയതയും അങ്ങനെയാണല്ലോ. ഈശോ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോയി, അവൻ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. എന്നിട്ടോ കർത്താവ് അതിരാവിലെ തൊട്ട് രാത്രി വരെ അവിടെ തന്നെ ഇരുന്നോ? മലമുകളിൽ തന്നെ അവൻ കൂടാരമടിച്ചിരുന്നോ? ഇല്ല. ആ പ്രാർത്ഥനയിൽ കിട്ടിയ അബ്ബ അനുഭവത്തിൽ നിന്ന്, പിതാവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ച് ആ ഊർജവുമായി താഴേക്കിറങ്ങി വന്ന് മനുഷ്യൻ്റെ സാധാരണപ്പെട്ട സങ്കടങ്ങളിൽ കർത്താവ് ഇടപെടുകയാണ്. ഇത് ശരിക്കും കർത്താവ് നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ശൈലി അതുതന്നെയാണ് കർത്താവിൻ്റെ തുടർച്ചയായ സഭയും കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ 2000 വർഷമായി സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ദൈവാരാധനകൾ ഉയരുമ്പോഴും, ഒരു വശത്ത് ദേവാലയത്തിൽ പ്രാർത്ഥനകളും ബലിയർപ്പണങ്ങളും വചന പഠനങ്ങളും നടക്കുമ്പോഴും അതിനോട് ചേർത്ത് എല്ലാ കാലവും സഭയുടെ സ്വഭാവമായി സ്വീകരിച്ചതാണ് ചാരിറ്റി. അതായത് ചാരിറ്റി എന്നത് സഭയുടെ ഒരു എക്സ്ട്രാ വിങ്ങോ ഒരു എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റോ അല്ല, മറിച്ച് സഭയുടെ സ്വഭാവമാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവാനുഭവം കിട്ടിയവരുടെ സ്വാഭാവികമായ എക്സ്റ്റൻഷൻ്റെ പേരാണ് ചാരിറ്റി. ശരിക്കും അത് മറന്നു പോകരുത്. ഇപ്പം നമുക്ക് ചാരിറ്റി എന്തോ എക്സ്ട്രാ വാഗൻസയാണ്, എന്തോ ദൂർത്താണ് ചാരിറ്റി. ഞാൻ ചെയ്യുന്ന എന്തോ വലിയ കാര്യം അല്ല. ചാരിറ്റി നീ ചെയ്യുന്ന എന്തോ വലിയ കാര്യമല്ല, നീ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയാണ്, നിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രാർത്ഥിക്കുന്നവനാണോ? ദൈവാനുഭവം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ ആ ദൈവാനുഭവത്തിൻ്റെ മാറ്റുരച്ചു നോക്കേണ്ടത് നീ എത്ര പേരുടെ കണ്ണീരൊപ്പി, വീണ് കിടന്ന് എത്ര പേർക്ക് നിൻ്റെ കൈയൊന്ന് നീട്ടിക്കൊടുത്തു, നിൻ്റെ വ്യക്തിപ്രാഭവത്തെ മറന്ന്, നീ എന്തോ ആണെന്നുള്ള ഭാവത്തെ തകർത്ത് നീ എത്ര പ്രാവശ്യം താഴേക്ക് ഇറങ്ങി വന്നു.
അതോ സഹായം വേണ്ടവർ പടികേറി നിൻ്റെ അടുത്തേക്ക് വരണമെന്ന് വിചാരിക്കുന്ന അഹംബോധത്തിൻ്റെ രൂപമായിട്ട് നീ മാറിപ്പോയോ? ഉടയതമ്പുരാന് സ്വർഗം വിട്ട് താഴേക്കിറങ്ങിയൊരു ക്രിസ്മസ് കുറിക്കാമെങ്കിൽ, മറിയത്തിന് ദൈവത്തിൻ്റെ അമ്മയ്ക്ക് താഴേക്കിറങ്ങി വന്ന് എലിസബത്തിൻ്റെ വീടോളം എത്തി അവളെ പരിചരിക്കാമെങ്കിൽ, ഇനി ആർക്കും താഴേക്കിറങ്ങാം, ഇനി ആർക്കും താഴേക്കിറങ്ങാം. അതിനൊരു മടിയും ആരും വിചാരിക്കേണ്ട എന്ന് തിരിച്ചറിയുക. നമ്മുടെ വചനഭാഗങ്ങൾ ഇഷ്ടംപോലെ ഈ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫിലിപ്പി ലേഖനം പ്രത്യേകിച്ച് എളിമപ്പെടുന്നതിൻ്റെ കാര്യത്തിൽ യാക്കോബ് 4:10 അടയാളപ്പെടുത്തിക്കോ. യാക്കോബ് 4:10, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെയാണത്: കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുമെൻ. ശരിക്കും കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടാകേണ്ട വിചാരമാണ് താഴ്മയോടെ നിൽക്കണേ. എന്ത് പറ്റാനാണ്? ഇന്നിപ്പോൾ നമുക്ക് ആത്മീയത പോലും അഹങ്കാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത്. ഈവൻ സ്പിരിച്വാലിറ്റി ഈസ് ബിക്കമിങ് എ കൈൻഡ് ഓഫ് പ്രൈഡ്. ആത്മീയത അഹങ്കാരമാകുന്നു. എനിക്ക് കിട്ടുന്ന ദൈവാനുഭവം മറ്റുള്ളവരെക്കാൾ ഞാൻ മെച്ചപ്പെട്ടവനാണെന്ന് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാക്കുക, ഈ ആത്മീയത തന്നെ എനിക്ക് കെണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടിയ എല്ലാ ദൈവാനുഭവങ്ങളും അധിക നന്മ ചെയ്യാനുള്ള എൻ്റെ മേലുള്ള ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയണേ. ദൈവാനുഭവങ്ങളൊക്കെ നന്മ ചെയ്യാൻ കർത്താവ് തരുന്ന റെസ്പോൺസിബിലിറ്റിയുടെ സൂചനയായിട്ട് വേണം മനസ്സിലാക്കാൻ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. യാക്കോബ് ലേഖനം തന്നെ 2:17, യാക്കോബ് ലേഖനം 2:17, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതായത് ഒരു വശത്ത് പ്രാർത്ഥനക്കാരനെന്ന് പറയുകയും ഇപ്പുറത്ത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ നന്മ ചെയ്യാൻ നീ മടിക്കുകയും ചെയ്യുമ്പോൾ, റിമെമ്പർ യുവർ ഫെയ്ത്ത് ഈസ് ഡെഡ്. നിന്റെ വിശ്വാസം ചത്തതാണ്, ജീവനില്ലാത്ത വിശ്വാസമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം, നമ്മുടെ ദൈവാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് നന്മയായി ഭവിക്കട്ടെ. ഇന്നത്തെ ഹോംവർക്ക് ഒരല്പം രസകരമല്ല, ഒരല്പം ചലഞ്ചിങ് ആണ് ഇന്നത്തെ ഹോംവർക്ക്. ഈ സദ്വാർത്തയുടെ 5-ാം എപ്പിസോഡിലെ ഹോംവർക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ 24 ദിവസത്തെ നോമ്പുണ്ടല്ലോ, 25 നോമ്പ് നമ്മൾ വിളിക്കുമ്പോഴും നമ്മൾ 24 ദിവസത്തെ നോമ്പാണല്ലോ എടുക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുങ്ങുന്നുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് വെക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ചാരിറ്റിയെക്കുറിച്ച് തീരുമാനമെടുക്കുക. ഒരു ചാരിറ്റി ചെയ്യാം എന്ന് തീരുമാനമെടുക്കുക. അത് മറ്റു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒന്നും കുറച്ചിട്ടല്ല, എന്നാൽ പിന്നെ ഇത്തവണ അവിടെ കൊടുക്കണ്ട. കാരണം പല ഇടവകളിലും എനിക്കറിയാം, ഈ എല്ലാ രൂപതയിലുമൊക്കെ ഈ ക്രിസ്മസ് കാലത്ത് ഒരു കവർ കളക്ഷൻ, ചാരിറ്റി കവർ കളക്ഷൻ രൂപതയിൽ തന്നെ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ രൂപതയിൽ കളറേ ഹോം, കളറേ ഡ്രീം എന്നൊക്കെ പറഞ്ഞ് ഒരു വീടിന് വേണ്ടി, ഒരു സ്വപ്നത്തിന് വേണ്ടി ഒക്കെ കളക്ട് ചെയ്യുന്ന രീതിയുണ്ട്, മറ്റ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അവരെ സഹായിക്കാനായിട്ട്. അത് കൃത്യമായിട്ട് ചെയ്യുക. അതുകൂടാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ചെയ്യേണ്ട ഒരു അധിക ത്യാഗമാണ് ഒരു ചാരിറ്റി. കർത്താവിന് വാക്ക് കൊടുക്കുക, ഇത്തവണ കർത്താവേ, എനിക്ക് ലഭിക്കുന്ന ഈ ദൈവാനുഭവത്തിൻ്റെ സന്തോഷം ആവശ്യമുള്ളൊരാൾക്ക് ഞാൻ പങ്കുവെച്ച് ഈ സന്തോഷത്തെ ഞാൻ അവരിലേക്ക് പടർത്തുകയും പകരുകയും ചെയ്യും എന്ന് തീരുമാനമെടുക്കുക. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കങ്ങനെ ആവശ്യക്കാരെ കണ്ടെത്താൻ എളുപ്പമായിരിക്കത്തില്ല. ചില ആളുകളെയൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ചിലരിങ്ങനെ അല്പം കാശൊക്കെ കാണും, എന്ന് വെച്ചാൽ ദൈവം സഹായിച്ച് ചിലപ്പോൾ സമ്പാദ്യമൊക്കെ ഉണ്ട്, അതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ ആശങ്കപ്പെടും, ദൈവം ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്, ആരാണ് ഇവിടെ ആവശ്യക്കാർ? ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ അങ്ങനെ ഒരു ആവശ്യക്കാരനെ കണ്ടെത്താൻ പോലും കഴിയാൻ പറ്റാത്തൊരു പരിമിതി നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം നേരങ്ങളിൽ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. ട്രസ്റ്റ് വർത്തിയായിട്ട് ഇത്തരം ശുശ്രൂഷകൾ ചെയ്യുന്നവരെ നമുക്കറിയാം. അങ്ങനെ അല്ലെങ്കിൽ അന്വേഷിക്കുക, അവരെ ഏൽപ്പിക്കുക. അത് അവർക്ക് തന്നെ വലിയ പിന്തുണയായിരിക്കും. അപ്പോൾ അവരിലൂടെ കൃത്യമായിട്ട് ജെന്യുവിനായിട്ടുള്ള ആളുകളിലേക്ക് അത് എത്തപ്പെടും. അത്തരമൊരു ശുശ്രൂഷയുടെ ഭാഗമാകണം നിങ്ങൾ ഈ സദ്വാർത്തയിൽ പങ്കെടുക്കുന്ന എല്ലാവരും. അത് തുകയുടെ വലിപ്പമോ ചെയ്യുന്ന കാര്യത്തിൻ്റെ വലിയ പകിട്ടോ ഒന്നും ഇവിടെ പ്രസക്തമല്ല. ചെയ്യാനുള്ള മനസ്സാണ് പ്രധാനപ്പെട്ടത്. അത് ഓർക്കേണ്ടത് ഇങ്ങനെയുള്ളൂ: നിങ്ങളുടെ ദൈവാനുഭവത്തെ, നിങ്ങൾക്ക് കിട്ടുന്ന വചനത്തെ മറ്റുള്ളവരിലേക്ക് സ്നേഹമായി ഉപവിയായി പങ്കുവയ്ക്കുക. ഈ വിചാരത്തോടെ നമുക്കിന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന ദൈവാനുഭവത്തെ അപരനിലേക്ക്, ആവശ്യക്കാരിലേക്ക് സ്നേഹമായി പങ്കുവയ്ക്കാൻ ഞങ്ങളെ നീ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ചുവട്ടിൽ നമുക്കിരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.
എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ഈശോയെ, പരിശുദ്ധനേ, നിനക്ക് ആരാധന. കർത്താവേ, സദ്വാർത്ത ശുശ്രൂഷയുടെ ഈ 5-ാം നാൾ നിന്റെ സന്നിധിയിൽ ആരാധനയോടെ നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോ, ഈ ദിവസങ്ങളിലൊക്കെ നിന്റെ സ്നേഹത്തെ അനുഭവിക്കുന്ന നിമിഷങ്ങളായി ഈ ആരാധനയുടെ നേരങ്ങൾ മാറട്ടെ. ഓ ദിവ്യമാം സ്നേഹമേ, ദൈവം സ്നേഹമാകുന്നു എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ അനുഭവിച്ച യാഥാർത്ഥ്യമാണ്. സ്നേഹമായ ഞങ്ങളുടെ കർത്താവ് തമ്പുരാനെ, ക്രിസ്മസ് തന്നെ സ്നേഹത്തിൻ്റെ ഉത്സവമാണല്ലോ. ദൈവത്തിൻ്റെ സ്നേഹം ഭൂമിയെ ചുംബിച്ചതിൻ്റെ ആഘോഷം. നിന്റെ ജീവിതം മുഴുവൻ സ്നേഹത്തിൻ്റെ തുടർ ആഘോഷങ്ങളായിരുന്നല്ലോ. പിറവി മുതൽ നിന്റെ ഒടുക്കം വരെ, കുരിശും മരണം വരെ. കാലിത്തൊഴുത്തിൽ വൈക്കോലുകൾക്ക് മേൽ പിറന്നു വീണ പൈതലെ, നിന്നെ കാണുന്നവർ വിളിക്കുന്ന പേര് സ്നേഹം. ഒടുക്കം കാലിത്തൊഴുത്തിൽ നിന്ന് കാൽവരിയോളം യാത്ര ചെയ്തിട്ട് കുരിശിൽ രക്തവർണമായ ഉടലുകൊണ്ട് നീ എഴുതിയിട്ട പേരും സ്നേഹം എന്ന് തന്നെ. സ്നേഹമേ, നിനക്ക് ആരാധന. സ്നേഹമേ, നിനക്ക് ആരാധന. ഇരുകരങ്ങളും ചെറുതായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ സ്നേഹത്തെ സ്നേഹിക്കുക എന്നത് അവൻ്റെ സ്വഭാവമാണ്. സ്നേഹിക്കുന്നത് കർത്താവിൻ്റെ സ്വഭാവമാണ്. അവൻ സ്നേഹം തന്നെയുമാണ്. സ്നേഹം തന്നെയാണ്. സ്നേഹമായവനെ, ആ സ്നേഹത്താലെ കുർബാനയായവനെ നമുക്കൊരുമിച്ചൊരിക്കൽ കൂടെ മനസ്സറിഞ്ഞ് ആത്മാവിൽ നിന്ന് പ്രാർത്ഥന ഉയർത്തി പാടി ആരാധിക്കാമോ? ദിവ്യമാം സ്നേഹമേ, നിനക്ക് ആരാധന. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ.
ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ഈശോയെ, ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തെ തിരുമുമ്പാകെ പ്രാർത്ഥനയായി ഞങ്ങൾ ഉയർത്തട്ടെ. ഞങ്ങൾ കേൾക്കുകയായിരുന്നു, മറിയത്തോട് എന്തിനാണ് ദൂതൻ പറഞ്ഞത്, നിന്റെ ചാർച്ചക്കാരി എലീഷ് ബായിക്ക് ഇത് 6-ാം മാസമാണ്, വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്തിനായിരിക്കും ദൂതൻ ആ രഹസ്യം മറിയത്തിന് വെളിപ്പെടുത്തി കൊടുത്തതെന്ന് ഞങ്ങൾ കേട്ട് മനസ്സിലാക്കുകയായിരുന്നു. ദൈവ തിരുഹിതത്തിന് ആമേൻ പറയാൻ മറിയം ഒരുങ്ങുമ്പോഴും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുടെ പൊട്ടും പൊടിയും മറിയത്തിൻ്റെ ഉള്ളിൽ ബാക്കിയുണ്ടെങ്കിൽ അതിനെ കൂടെ കർത്താവേ നിന്റെ കരുണയാൽ നീ മാറ്റുകയായിരുന്നല്ലോ. ആ അടയാളം പങ്കുവെച്ചുകൊണ്ട്, മറിയം നീ ശങ്കിക്കേണ്ട, മറിയം നീ ആകുലപ്പെടേണ്ട, പുരുഷനെ ഞാൻ അറിയുന്നില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ച മറിയത്തോട് ഓ പിതാവേ നീ കൊടുത്ത ഉത്തരമാണല്ലോ. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടവൾക്ക് ഇത് 6-ാം മാസമാണ്. അടയാളങ്ങൾ കൊണ്ട്, ഒരടയാളത്തിൻ്റെ സൂചന കൊണ്ട് മറിയത്തിൻ്റെ ഒരു തരിയെങ്കിലും അവിശ്വാസമോ സംശയമോ അവളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ മാറ്റാൻ കരുണയായ ദൈവമേ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. വിശ്വാസ ജീവിതത്തെ ഗൗരവത്തോടെ എടുത്ത് ജീവിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോഴും പ്രാർത്ഥനയും മറ്റാത്മീയ അഭ്യാസങ്ങളും ചിട്ടയായും മുറയ്ക്കും ചെയ്യാൻ ഞങ്ങളേറെ ആഗ്രഹിക്കുമ്പോഴും അതിൻ്റെയൊക്കെ മധ്യേയും ചില നേരങ്ങളിൽ ഒരു പ്രലോഭനം ഞങ്ങളെ വേട്ടയാടും. കർത്താവേ, ചില നേരങ്ങളിൽ എല്ലാത്തിനോടും ഞങ്ങൾക്ക് സംശയമായി പോകും. ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചു പോകുന്നൊരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. വിശുദ്ധർ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികളെന്ന് വിശേഷിപ്പിച്ച ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ, പ്രകാശം കെട്ടുപോകുന്ന നേരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. അപ്പാ, അത്തരം നേരങ്ങളിൽ അങ്ങേയറ്റം എളിമയോടെ ഞങ്ങൾ യാചിക്കട്ടെ. അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ഞങ്ങളുടെ വിശ്വാസത്തെ നീ സ്ഥിരീകരിക്കണമേ. എൻ്റെ ദൈവമേ, നീ ജീവിക്കുന്ന ദൈവമാണെന്നും നീ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ ഉയർത്തുന്ന ദൈവമാണെന്നുമുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഉറയ്ക്കാൻ ഈ കാലത്തും അത്ഭുതങ്ങൾ കൊണ്ട്, അടയാളങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെ നീ ഉറപ്പിക്കണമേ. മറിയത്തോടെന്ന പോലെ ഞങ്ങളോട് നിന്റെ കരുണ കാട്ടണേ. എലിസബത്ത് 6 മാസം ഗർഭിണിയാണെന്ന രഹസ്യത്തെ മറിയത്തിന് വെളിപ്പെടുത്തി കൊടുത്ത് അവളുടെ സംശയത്തെ തുടച്ചു നീക്കിയ കർത്താവേ, ഞങ്ങളുടെ ഇത്തിരി പോന്ന സംശയങ്ങളെ തുടച്ചു മാറ്റി ഞങ്ങളെ വിശ്വാസത്തിൽ വീണ്ടും ഉറപ്പിക്കണേ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല, കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല, കാലത്തെ ഈ ലോകത്തെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല, കാലത്തെ ഈ ലോകത്തെ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല, ലോകത്തെ ഈ കാലത്തെ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല, ലോകത്തെ ഈ കാലത്തെ.
അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തെ ഈ കാലത്തെ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തെ ഈ കാലത്തെ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. 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 ഈശോയെ, ദൈവശക്തി, നിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല, നിന്റെ കൈ താന്നിട്ടില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കട്ടെ. ഇന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിന്റെ സന്നിധിയിൽ ഇടമുണ്ട്. ഞങ്ങളുടെ ബലഹീനതകളിൽ, ഞങ്ങളുടെ വീഴ്ചകളിൽ നീ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നുണ്ട്. ഈ വലിയ തിരിച്ചറിവിൽ ദൈവജനമേ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. വലിയ ആത്മവിശ്വാസത്തോടെ, വലിയ ഉറപ്പോടെ ഐരടികൾ നമുക്ക് ആവർത്തിക്കാം. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കരം താന്നിട്ടില്ല ഈ ലോകത്തിൽ, ഈ ജനതയിൽ. വിശ്വാസത്തോടെ, ശാന്തതയോടെ എന്നാൽ എല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ പോലെ, ശരണപ്പെടൽ പോലെ പാടി പ്രാർത്ഥിക്കാം. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ഒരിക്കൽ കൂടെ ഉറപ്പോടെ, വിശ്വാസത്തോടെ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. ഈശോയെ, അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിന് നിനക്ക് നന്ദി അപ്പ. ഈശോ, ഞങ്ങൾ ഇന്ന് തുടർന്ന് കേട്ടത് ഒരു ദൈവാനുഭവത്തിൻ്റെ പാത്രമായ, ഉപരിയായ ഒരു അനുഗ്രഹത്തെ സ്വീകരിച്ചു നിൽക്കുന്ന മറിയം, ദൈവപുത്രന്റെ അമ്മയാവുക എന്ന രക്ഷാകര പദ്ധതിയിലെ വലിയ ദൗത്യത്തെ ഏറ്റെടുത്തിരിക്കുന്ന മറിയം, അത്ര വലിയ ഒരു ദൈവാനുഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് ഉടനടി ചെയ്തത്, അവൾ ആ ദൈവാനുഭവത്തിൽ വിശ്രമിക്കാനോ അതിൽ അഭിരമിക്കാനോ മുതിരാതെ അവൾ ഇറങ്ങിത്തിരിച്ചത് ശുശ്രൂഷയുടെ വഴിയിലേക്കാണ്. മലഞ്ചെരുവിലുള്ള എൽസബത്തിൻ്റെ ഭവനത്തിലേക്ക് അവൾ തിടുക്കത്തിൽ പുറപ്പെട്ടു എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന തിരിച്ചറിവ് എല്ലാ ദൈവാനുഭവങ്ങളും ശുശ്രൂഷയിലേക്ക്, ഉപവി പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുന്നതാകട്ടെ.
ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ദൈവാനുഭവവും അതിൽ തന്നെ തീർന്നു പോകേണ്ടതല്ല, മറിച്ച് സഹജീവികൾക്ക് അത് നന്മയായി മാറേണ്ടതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ചിലപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ആരാധനകളും ഞങ്ങളുടെ ദൈവവിചാരവും ദൈവാന്വേഷണവും ഒക്കെ ഞങ്ങളിൽ തന്നെ തീർന്നു പോവുകയാണ്. ലഭിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ ചുറ്റുമുള്ളവർക്ക് നന്മയായി ഭവിക്കും വിധം ശുശ്രൂഷയുടെ വഴികളിലേക്ക് ഞങ്ങൾ ഇറങ്ങണമെന്ന് ഈശോ നിന്റെ അമ്മ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. സുവിശേഷത്തിലുടനീളം കാണുന്ന കാഴ്ചയാണത്. സമരിയാക്കാരൻ്റെ ഉപമയിലൂടെ നീ പഠിപ്പിച്ചതും അത് തന്നെയാണ്. നല്ല അയൽക്കാരനായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈശോ നീ പറഞ്ഞില്ലേ, അവസാന കാലത്ത് ചെമ്മരിയാടിനെ കോലാടിൽ നിന്നതുപോലെ നീ വേർതിരിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എനിക്ക് വിശന്നു നിങ്ങൾ കഴിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ തടവറയിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു. കർത്താവേ, എല്ലാവരിലും നിന്നെ കണ്ട് ശുശ്രൂഷിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. നീ തന്നെ പറഞ്ഞല്ലോ, ഈ ചെറിയ വല്ലൊരാൾക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. കർത്താവേ, ജീവിതഭാരം കൊണ്ട് തളർന്നു പോകുന്നവരിൽ ഞാൻ നിന്നെ കാണുമ്പോഴല്ലേ ശിമയോനെ പോലെ കുരിശെടുക്കാൻ എനിക്ക് പറ്റുന്നത്. കാൽവരി മല കയറ്റത്തിൽ നീ കുരിശെടുത്ത് തളർന്നപ്പോ വയലിൽ പോയിട്ട് വരികയായിരുന്ന ശിമയോൻ നിന്റെ കുരിശെടുത്ത് നിന്നെ സഹായിച്ചു. ഈ ജീവിത യാത്രയിൽ കുരിശെടുക്കുന്നവരുടെ ഭാരങ്ങളെ ഒരല്പം നേരം എൻ്റെ തോളിലേക്ക് ഞാനൊന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ ഞാനും ശിമയോനാവുകയാണ്. വലിയ അപമാനത്തിൽ തളർന്നു പോകുന്നവർ, ആരോരുമില്ല, തുണയില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവർ, അവരുടെ ചാരത്തേക്ക് ചെന്ന് അവരുടെ മുഖം തുടച്ചെടുക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു സാന്നിധ്യമായി അവരുടെ ജീവിതത്തിൽ ഞാൻ മാറുമ്പോൾ ഞാനും ഒരു വെറോനിക്ക ആയി മാറുകയായിരുന്നല്ലോ. കർത്താവേ, സങ്കടപ്പെടുന്നവരിലൊക്കെ ഞാൻ നിന്നെ കാണട്ടെ. അങ്ങനെ വരുമ്പോൾ ദൈവാനുഭവം കിട്ടിയ സക്കേവൂസ് തൻ്റെ സമ്പത്ത് ദരിദ്രർക്കായി പങ്കുവെച്ചതുപോലെ ഒരു പങ്കുവെപ്പിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകുമല്ലോ. ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ആശീർവാദത്തിലേക്ക്, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ധ്യാനപൂർവം പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടത്, കർത്താവേ, നിന്റെ വഴികളിൽ ശിമയോനെ പോലെ ഞാൻ വരട്ടെ, നിന്റെ വഴികളിൽ വെറോനിക്കായെ പോലെ ഞാൻ വരട്ടെ. സങ്കടപ്പെടുന്നവരിൽ, വീണുപോകുന്നവരിൽ, രക്തം ചൊരിയപ്പെടേണ്ടി വരുന്നവരിൽ ഞാൻ നിന്നെ കണ്ട്, നിന്നെ എന്നതുപോലെ ഞാൻ ചുറ്റുമുള്ളവരെ, സാധുക്കളെ ശുശ്രൂഷിക്കട്ടെ. ഒരു ശിമയോനായി ഞാൻ വരാം, നിന്റെ കുരിശു ചുമന്നിടാൻ. ഒരു ശിമയോനായി ഞാൻ വരാം, നിന്റെ കുരിശു ചുമന്നിടാൻ. ഒരു വെറോനിക്കയെ പോൽ ഞാൻ വരാം, നിന്റെ തിരുമുഖം തുടയ്ക്കുവാൻ. ഈ ജീവിതവും സർവദാനങ്ങളും തന്നവൻ നീയല്ലയോ. ഒരു ശിമയോനായി ഞാൻ വരാം, നിന്റെ കുരിശു ചുമന്നിടാൻ. ഒരു വെറോനിക്കയെ പോൽ ഞാൻ വരാം, നിന്റെ തിരുമുഖം തുടയ്ക്കുവാൻ. ഈ ജീവിതവും സർവദാനങ്ങളും തന്നവൻ നീയല്ലയോ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്